നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒട്ടനവധി ആൾക്കാരെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഈ വ്യോമയാന രംഗം, അല്ലെങ്കിൽ എയർലൈൻ എയർപോർട്ട് ജോലികൾ. നല്ല ഗ്ലാമറുള്ള ജോലി, മികച്ച ശമ്പളം, നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ, ഇതൊന്നും കൂടാതെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ, ഇതൊക്കെയാണ് ഈ മേഖലയിലെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഇതിനു വേണ്ട ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒരു +2 ഡിപ്ലോമയോ ഒക്കെ മതിയാകും താനും. എന്നാൽ അറിയുക, ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മേഖലയിൽ ജോലി ലഭിക്കുന്നില്ല. തൊഴിലവസരങ്ങൾ ഇല്ലാത്തതല്ല കാരണം, മറിച്ച് ഈ മേഖലയിലേക്ക് വേണ്ട, അല്ലെങ്കിൽ എയർലൈന് എയർപോർട്ടുകൾക്ക് വേണ്ട ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലുകളില്ല എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണത്തിന് നല്ല ലാംഗ്വേജ് സ്കിൽസ്, അതല്ലെങ്കിൽ ഒന്ന് ഗ്രൂമിങ്, നല്ലൊരു ഗ്രൂമിങ്, വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും അല്ലെങ്കിൽ ചില ടെക്നിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കില്ലുകൾ, അല്ലെങ്കിൽ ഈ മേഖലയിൽ വേണ്ട ചില സർട്ടിഫിക്കേഷനുകളൊക്കെ ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ ഓർക്കുക, ഒരു +2കാരനും ഡിപ്ലോമക്കാർക്കും അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്കും ഒക്കെ എങ്ങനെ എയർലൈൻ എയർപോർട്ട് ജോലികളിലേക്ക് എത്താമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓർക്കുക, ഈ വ്യോമയാന രംഗത്ത് ഒട്ടനവധി വിവിധ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത് ഈ എയർക്രാഫ്റ്റിനുള്ളിലെ ജോലികളാണ്. ഉദാഹരണത്തിന് പൈലറ്റ്, അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ, എയർ ഹോസ്റ്റസ് എന്നൊക്കെ വിളിക്കുന്ന അവസരങ്ങൾ. ഇതുകൂടാതെ മറ്റ് പല തൊഴിലവസരങ്ങളും ഈ മേഖലയിലുണ്ട്. ഒന്ന് ചില ടെക്നിക്കൽ ജോലികളാണ്. ഉദാഹരണത്തിന് എയർ ട്രാഫിക് കൺട്രോളർ, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾക്കായിട്ട് ചില എഞ്ചിനീയറിംഗ് ഡിഗ്രികൾ, അല്ലെ ടെക്നിക്കൽ ഡിഗ്രികളോ ഡിപ്ലോമയോ ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. ചില സർട്ടിഫിക്കേഷനും ഒക്കെ ഈ മേഖലയിൽ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഓർക്കുക, ഇതൊന്നും കൂടാതെ നോൺ ടെക്നിക്കലായിട്ട് ഒട്ടനവധി തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിൽ ഉണ്ട് എന്ന് അറിയുക. അങ്ങനെയുള്ള ഒരു പ്രമുഖ മേഖലയാണ്, തൊഴിൽ അവസരങ്ങളാണ് എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്നുള്ളത്. അതായത് ഈ എയർപോർട്ട് ടെർമിനലിനുള്ളിലെയും അതല്ലെങ്കിൽ എയർ സൈഡ്, അതായത് പ്ലെയിൻ വന്ന് നിൽക്കുന്ന മേഖലയിലെയും ചില ജോലികൾ. ഇപ്പൊ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. ഓർക്കുക, ഈ എയർപോർട്ടുകൾ അല്ലെങ്കിൽ എയർലൈനുകളൊക്കെ സുരക്ഷിതമായി അല്ലെങ്കിൽ സുഗമമായി നടത്തുന്നതിനുള്ള സേവനങ്ങൾ നൽകുകയാണ് ഈ എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ. കസ്റ്റമർ സർവീസ്, ഉപഭോക്തൃ സേവനം, കാർഗോ ഹാൻഡ്ലിംഗ്, അതായത് ഈ ബാഗേജ്, ചരക്കൊക്കെ കൈകാര്യം ചെയ്യുക, ഹോസ്പിറ്റാലിറ്റി, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, ഇവയൊക്കെ ഈ മേഖലയിലെ ചില പ്രവർത്തനങ്ങളാണ്. ഇവയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്നുള്ളത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങളുമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്നുള്ളതാണ്. അതായത് ഒരു എയർക്രാഫ്റ്റ് നിർത്തിയിട്ടതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് അടുത്ത ഫ്ലൈറ്റിന് മുമ്പായിട്ട് ഏറ്റവും കുറഞ്ഞ ടേൺ അറൗണ്ട് ടൈമിൽ അതിനെ റെഡിയാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനം. വലിയ തൊഴിലവസരങ്ങളാണ് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മേഖലയിലുള്ളത് എന്നറിയുക. ഓർക്കുക, ഈ എയർ സൈഡിൽ, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പ്ലെയിൻ നിർത്തിയിടുന്ന ഭാഗത്ത് ഏപ്രനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ക്യാബിൻ ക്ലീനിങ്, അല്ലെങ്കിൽ ഈ ബാഗേജ് ലോഡിങ് അൺലോഡിങ്, റാം സർവീസുകൾ, ഈ സ്റ്റെയർ ഹാൻഡ്ലിംഗ്, അതായത് ഈ പ്ലെയിനിൽ നിന്നൊക്കെ, ഈ ലോ കോസ്റ്റ് പ്ലെയിനുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുവാനുള്ള സ്റ്റെയർ ഒക്കെ കൊണ്ട് വെക്കുന്ന പരിപാടികൾ, അതിൻ്റെ ഹാൻഡ്ലിങ്, വാട്ടർ സർവീസ്, ഈ ഗ്രൗണ്ട് പവർ അറ്റാച്ച്മെന്റ്, അതായത് ഫ്ലൈറ്റിന് വേണ്ട പവർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുക, ഇതൊക്കെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇനി ഈ ടെർമിനൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഈ ചെക്ക് ഇൻ കൗണ്ടേഴ്സ്, അതല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ കൗണ്ടേഴ്സിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, ലോബി മാനേജ്മെന്റ്, ലോഞ്ചിലുള്ള സേവനങ്ങൾ, ബോർഡിങ് ഡിസെംബാർക്കേഷൻ, അതല്ലെങ്കിൽ ബാഗേജ് സർവീസസ്, ഇതൊന്നും അല്ലെങ്കിൽ അറൈവൽ ഡിപ്പാർച്ചർ ഗ്രീറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഈ മേഖലയിലെ തൊഴിൽ അവസരങ്ങളാണ് അല്ലെങ്കിൽ ജോലികളാണ്. ഒരു മിനിമം +2 ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. എന്നാൽ ഓർക്കുക, ചില സ്കില്ലുകൾ, ചില ട്രെയിനിങ്ങുകൾ, ചില സർട്ടിഫിക്കേഷനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് എന്നുള്ള കാര്യം. ഇക്കാര്യങ്ങളൊക്കെ പഠിക്കാൻ സഹായകരമായ ഒരു സ്ഥാപനത്തെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസൈൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇങ്ങനെ ഒരു സ്ഥാപനം. ഏതാണ്ട് 6000-ഓളം കുട്ടികളെ വിവിധ മേഖലകളിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള,
വ്യോമയാന രംഗത്ത് ഏതാണ്ട് 2500ഓളം കുട്ടികളെ ട്രെയിൻ ചെയ്ത് ജോലിയിലേക്കൊക്കെ എത്തുവാൻ സഹായിച്ച ഒരു സ്ഥാപനമാണ് ഈ ഡിസൈൻ ഗ്രൂപ്പ് എന്നുള്ളത്. ഇവരുടെ ഗ്രാജുവേഷൻ ഡേയുടെ വീഡിയോയാണ് ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഈ ഡിസൈൻ ഗ്രൂപ്പ് ഏവിയേഷൻ മേഖലയിൽ പ്രധാനമായിട്ടും 3 കോഴ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. +2 കഴിഞ്ഞ് പഠിക്കാവുന്ന 3 ഇയർ BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 ഇയർ കോഴ്സ്. ഇതൊന്നും കൂടാതെ ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന 6 months കോഴ്സും ഇവര് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, അതായത് അയാട്ട, അതല്ലെങ്കിൽ സ്റ്റഡ് കൗൺസിൽ, BSS, ഇതൊന്നും കൂടാതെ UK-യിലെ വേൾഡ് സ്കിൽ കൗൺസിൽ സർട്ടിഫിക്കേഷനും ഒക്കെ ഈ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ഇവിടെ ലഭ്യമാകും. അവർക്ക് ലാംഗ്വേജ് ട്രെയിനിങ്, ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി ലാംഗ്വേജിലൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഗ്രൂമിങ്, ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ, ഇന്റർവ്യൂ ട്രെയിനിങ് ഒക്കെ ഇവർ നൽകുന്നു. പ്ലേസ്മെന്റ് സപ്പോർട്ടിനൊക്കെ ആയിട്ട് ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഓർക്കുക, ഇന്ത്യയിലെയും വിദേശത്തെയും ഒക്കെ എയർലൈനുകളിലെ അവസരങ്ങൾ, അതല്ലെങ്കിൽ കേരളത്തിലെ വിമാനത്താവളങ്ങളും അയൽ സംസ്ഥാനങ്ങളായ പ്രത്യേകിച്ച് ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ഒക്കെ അവസരങ്ങളിലേക്കൊക്കെ ഇവരുടെ പ്ലേസ്മെന്റ് പ്രവർത്തനങ്ങളിലൂടെ എത്തുവാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. ഓർക്കുക, ഈ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകൾ മാത്രമല്ല, ലോജിസ്റ്റിക്സ്, ഇന്റീരിയർ ഡിസൈൻ മേഖലയിലെയും വിവിധ കോഴ്സുകൾ ഈ ഡിസൈൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. കൊച്ചിയിലായിരിക്കും ട്രെയിനിങ് ലഭ്യമാക്കുക. അപ്പം ഈ ഒരു മേഖലയിലെ അവസരങ്ങൾ, അവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നു, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇവരെ കോൺടാക്ട് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ വ്യോമയാന രംഗത്തെ മികച്ച അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില വിവരങ്ങൾ, അത് പഠിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമാണെന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ വ്യോമയാന രംഗത്തൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേടുന്നുണ്ട്. നന്ദി, നമസ്കാരം.